ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബീട്രൂട്ട് പോളേൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ മലബാർ ഏരിയയിലെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു തരം കേക്കാണിത്. നമ്മൾ വേണമെങ്കിൽ സ്റ്റീംഡ് കേക്ക്, അതായത് ആവിയിൽ വേവിച്ചെടുക്കുന്ന കേക്ക് എന്ന് വേണമെങ്കിൽ ഇതിന് പറയാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക. അപ്പം നമുക്ക് എങ്ങനെയത് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിന്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ടേക്ക് ചേർക്കുന്നത് ഒരു 3 മുട്ടയാണ്. അതും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ചേർക്കുന്നത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിലോട്ടേക്ക് ഒരു 1/2 കപ്പ് മൈദ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് 1/2 കപ്പ് മുഴുവനായിട്ടില്ല, അത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അപ്പക്കാരവും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ 2 ഏലക്കയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാലും കൂടെ ചേർക്കുന്നത്, ഏകദേശം ഒരു 1/4 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. അത്രയും കൂടെ ചേർക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടിത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ മൈദ ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പോളം മൈദ വീണ്ടും ചേർക്കുന്നുണ്ട്, കുറച്ചും കൂടെ കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാ. അതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാ. ഇവിടെ ഞാനൊരു പാത്രത്തിൽ എണ്ണ തടവി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ബാറ്റർ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിവിടെ അപ്പച്ചെമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ ഇഡ്ഡലി തട്ടുണ്ടല്ലോ, അതാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഞാനത് റെഡിയായി കിട്ടും. ഇടയ്ക്ക് ഒരു ഇറുക്കിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കുക അത് വെന്തിട്ടുണ്ടോന്ന്. വെന്തിട്ടില്ലെങ്കിൽ ആ സ്ക്വയറിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും, അത് ശ്രദ്ധിച്ചെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക. വീണ്ടും നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.